JS-ആയിട്ട് സാമൂലമായിട്ട് അച്യുത് ശങ്കർ സാറിനെ കുറിച്ചൊരു പരദൂഷണം പറഞ്ഞെന്ന് വിചാരിക്കും. ഞാൻ സാധാരണ പറയുന്ന ആളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും അറിയാം. അപ്പോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പറയാൻ വലിയ പ്രശ്നമാണ്. ഈ സാറിന്റെ ഗ്രാൻഡ് ചിൽഡ്രൻ ആരെങ്കിലും എന്നോടും JS-നോടും അല്ലെങ്കിൽ ഞങ്ങളുടെ കൊച്ചുമക്കളോട് ചോദിക്കാൻ പോണത് അല്ല, നിങ്ങൾ ആ ശാസ്ത്രവേദിയുടെ പരിപാടിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേരും കൂടി നിങ്ങളുടെ അപ്പൂപ്പന്മാർ രണ്ടുപേരും കൂടിയിട്ട് എൻ്റെ അപ്പൂപ്പനെ കുറിച്ച് പരദൂഷണം പറഞ്ഞില്ലെന്ന്. തമാശ എല്ലാം പറയണേ. ഇവിടെ സംസാരിച്ച കാര്യം ഈ അന്തരീക്ഷത്തിലുണ്ട്. അത് അന്തരീക്ഷത്തിൽ നിന്ന് പിടിച്ചെടുത്ത് അതിനെ ഡീകോഡ് ചെയ്യാൻ പറ്റും. സൂക്ഷിച്ച് പറഞ്ഞോളാം ആരെങ്കിലും പറ്റും. ഞാൻ അതിനാണ് ഇപ്പൊ വളരെ ശ്രദ്ധയാണ്. നല്ലത് തന്നെ പറയും, വെറുതെ കിടന്നോട്ടെന്ന് വിചാരിച്ചത്. ഇത് നമ്മളിത് മൊബൈൽ ഫോണിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ജപ്പാനിലെ എക്സിബിഷനിൽ 25 വർഷം മുമ്പ് ഈ മൊബൈൽ ഫോണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആളുകൾ ചിരിക്കായിരുന്നു. മൊബൈൽ ഫോണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പൊ മൊബൈൽ ഫോൺ ഇവിടെ ഇരുന്ന് അമേരിക്കല്ലേ സംസാരിക്കല്ലേ. അപ്പൊ അന്തരീക്ഷത്തിലുള്ള സാധനങ്ങൾ പിടിച്ച് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇതുണ്ട്, അവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഇന്ന് സംസാരിക്കുമ്പോൾ അമേരിക്കയിൽ എത്തണമെങ്കിൽ ഇതിനെ ലിങ്ക് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇല്ലേ? സംതിങ് ഈസ് ദയർ, ഒരു വേവ്സോ അല്ലേ? സയന്റിഫിക് ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു സംവിധാനം, ഒരു ലിങ്ക് ഉണ്ടല്ലോ, ഒരു മീഡിയം ഉണ്ടല്ലോ, ഈ വാക്ക് അവിടെ എത്തിക്കാനുള്ള സംഭവമാണ്. അപ്പൊ അത് അന്തരീക്ഷത്തിലുണ്ട്. അപ്പൊ അത് ഡീകോഡ് ചെയ്യുന്നവരാണ്. അത്രയാണ് സയൻസിന്റെ ഡെവലപ്മെന്റ് പോണത്. ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയെ, ഇപ്പോഴത്തെ തലമുറയെ, വരാനിരിക്കുന്ന തലമുറകളെ നല്ല സയന്റിഫിക് ടെമ്പറുള്ളവരാക്കി മാറ്റി, ശാസ്ത്രബോധമുള്ളവരാക്കി മാറ്റി. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം KPC പ്രസിഡന്റിന്റെ പ്രസംഗത്തിൽ ഒരു മനോഹരമായ ഒരു പോയിന്റ് വന്നു. എന്താണ്? ശാസ്ത്രത്തിനെ മനുഷ്യന്റെ ഡെവലപ്മെന്റിന് വേണ്ടി, സമൂഹത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുക. ഇതിനകത്തൊരു വിഷൻ എന്ന് പറയുന്നത് നോൺ വയലന്റ് ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ പ്രോഗ്രസ് ത്രൂ സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ്. നോൺ വയലന്റ് ഡെവലപ്മെന്റ്, സയൻസിനെ എങ്ങനെ വേണമെങ്കിലും മിസ്യൂസ് ചെയ്യാം, മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടി ചെയ്യാം, മനുഷ്യനെ ദ്രോഹിക്കാൻ ചെയ്യാം. ഇപ്പൊ ആറ്റമിക് എനർജി എത്ര നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെ? പവർ ജനറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. മനുഷ്യനെ കൊല്ലാനും ആറ്റമിക് എനർജി ഉപയോഗിച്ചില്ലേ എന്ന് പറഞ്ഞ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ ആളുകൾ ഇപ്പൊ തന്നെ വേലത്തരം തുടങ്ങി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് എന്തെല്ലാം വൃത്തികേടുകൾ കാണിക്കാൻ തുടങ്ങി, ഇല്ലേ? എന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ട് ഗുണമുണ്ടാവും. അപ്പൊ ഈ ശാസ്ത്രബോധവും ഈ അറിവും നമ്മുടെ ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞു. ക്ലൈമറ്റ് ചേഞ്ച് വലിയ ഘടകമാണ്. ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നു IPCCയുടെ റിപ്പോർട്ട്, നാസ അനാലിസിസ്. എന്താണ്? കുറെ നാൾ കഴിഞ്ഞാൽ കൊച്ചിയും ബോംബെയൊക്കെ വെള്ളത്തിലാവുന്നവരാണ്.